അതായത് ഈ യുദ്ധമൊക്കെ അവസാനിച്ചു എന്ന് പറയുന്നെങ്കിലും സംഘർഷത്തിന് അയവൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ എന്തോ ഒരു ബ്ലോക്ക് ചെയ്തതായിട്ടൊക്കെ പറയുന്നത്. അവർ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ധന നീക്കമൊക്കെ നിലയ്ക്കും, ഇന്ധന വില കൂടും, അതനുസരിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും, ഇന്ത്യ അടക്കം അത് ബാധിക്കും. എന്താണ് സംഭവിച്ചത്? അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും അല്ലെങ്കിൽ അവിടെ സൈന്യത്തെ വിന്യസിക്കുമെന്നൊക്കെ ഇറാൻ പറയുമെങ്കിലും അവർക്ക് നിലവിലെ അന്താരാഷ്ട്ര നിയമപ്രകാരം അവിടെ ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല. കാരണം അത് UN-ൻ്റെ ട്രാൻസിറ്റ് പാസേജാണ്. അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ട്രാൻസിറ്റ് പാസേജാണ്. അതുകൊണ്ട് തന്നെ അത് ആ കടലിടുക്കിലൂടെ ഏത് രാജ്യത്തെ ഏത് കപ്പലിന് വേണമെങ്കിലും പോകാം. അതാണ് നിലവിലെ നിയമം. അതിന് വിരുദ്ധമായി ഇറാൻ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഇറാനെതിരെ അമേരിക്ക മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം വരും. അതാണ് അവിടുത്തെ വാസ്തവം. അപ്പോൾ നിലവിൽ നേരത്തെ ഇറാൻ ഇതേപോലെ സമാനമായ അന്തരീക്ഷം ഉണ്ടായപ്പോഴും അവർ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന പ്രതീതി വന്നപ്പോഴും നേരിട്ട് ഇടപെട്ടില്ല. അവർ ചില കപ്പലുകളെ നിരീക്ഷിക്കാൻ ഡ്രോണുകൾ അയച്ചു. അവരുടെ നേവിയുടെ വിമാനങ്ങൾ അതിനെ വട്ടമിട്ട് പറന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ കപ്പലുകൾ ചില കപ്പലുകളെ പിന്തുടരുകയും ചിലതിനെ പിടിച്ചിടുകയും ചെയ്തിരുന്നു. അല്ലാണ്ട് പൂർണ്ണമായി അടയ്ക്കുന്ന തരത്തിൽ ഒരു നടപടിയും ഇറാൻ ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു തുറന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നൊരു സൂചന വന്നിരുന്നു. പക്ഷേ അവരത് ഒരിക്കലും ഔദ്യോഗികമായി പറഞ്ഞില്ല. പക്ഷേ നിലവിൽ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ GPS സംവിധാനം മുഴുവൻ ഇപ്പോൾ ജാമാക്കി വെച്ചേക്കുക. ഒന്നെങ്കിൽ അത് ജാമായിരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്പൂഫ് ചെയ്തേക്കുന്നു. ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPS സംവിധാനം ഒന്നും കിട്ടാത്ത വരിക. സ്പൂഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ സന്ദേശങ്ങൾ കിട്ടുക. അതായത് ഒരു കപ്പലിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിന് പകരം മറ്റ് സ്ഥാനങ്ങൾ കൊടുക്കുക. ഈ കപ്പലിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, കപ്പലിൻ്റെ നാവിഗേഷൻ എന്ന് പറയുക, അത് പൂർണ്ണമായും ഈ GPS-നെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് തകരാറ് വരികയാണെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാനും മറ്റ് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കഴിഞ്ഞ 17-ാം തീയതി നമ്മുടെ UAE-യുടെ തീരത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് 2 കപ്പലുകൾ, 2 എണ്ണ ടാങ്കറുകൾ, അതിൽ ഒരെണ്ണം കാലിയായിരുന്നു. ഒരെണ്ണം ഒരു ലൈബീരിയൻ പതാകയുള്ള ഫ്രണ്ട് ഈഗിൾ എന്ന് പറയുന്ന ഒരു കപ്പൽ. ആ കപ്പൽ ഇറാഖിൽ നിന്ന് എണ്ണയും കൊണ്ട് ചൈനയിലേക്ക് പോകുമായിരുന്നു. ആ കപ്പലും സൂയിസ് കനാലിലേക്ക് പോയിക്കൊണ്ടിരുന്ന അദലൈൻ എന്ന് പറയുന്ന മറ്റൊരു കപ്പലും, ആ കപ്പൽ കാലിയായിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടാകുകയും തീ പിടിക്കുകയും ചെയ്തു. അങ്ങനെ UAE-യുടെ കോസ്റ്റ് ഗാർഡ് ഇടപെട്ട് ഈ അദലൈൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് 24ഓളം ജീവനക്കാരെ സുരക്ഷിതമായി അതിന് രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ GPS സംവിധാനം മൊത്തത്തിൽ തകരാറിലായതെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ചും ഇറാൻ്റെ ബന്ദാർ അബ്ബാസ് എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അതിൻ്റെ പരിസരത്തു കൂടി പോകുന്ന ഏതാണ്ട് 1000-ഓളം യാനങ്ങൾക്ക്, കപ്പലുകൾ ചെറുതും വലുതുമായ കപ്പലുകൾക്കെല്ലാം ഈ GPS തകരാറ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതോടുകൂടി ഇപ്പോൾ GPS സംവിധാനത്തിൻ്റെ തകരാറോടുകൂടി ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഏതാണ്ട് 20% കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോകത്ത് മൊത്തം ഉപയോഗിക്കുന്ന, ഒരു ദിവസം ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 20% ഡെയിലി ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതായത് മൊത്തം കൺസപ്ഷൻ്റെ 1/5 ഭാഗവും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് പോകുന്നത്. നമ്മുടെ ആ ഭൂപടം നോക്കിയാൽ മനസ്സിലാകും. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് ഇറാനും മറ്റ് ഭാഗങ്ങളിലായിട്ട് ഇറാഖ്, സൗദി, UAE, ഒമാൻ എന്നീ രാജ്യങ്ങളുമാണുള്ളത്. അപ്പോൾ ഈ ഇത്രയും 5 രാജ്യങ്ങൾക്ക് അറബിക്കടലുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ടുള്ളൊരു ഇടനാഴി പോലെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏതാണ്ട് 21 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വീതിയുള്ളത്. അപ്പോൾ ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗത്ത് ഇറാനും ഇപ്പുറത്ത് ഒമാനും UAE-യുമാണ് ഉള്ളത്. അപ്പോൾ ഈ 21 കിലോമീറ്റർ മാത്രം വീതിയുള്ളത് ആ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു ബലഹീനതയാണ്. അതേസമയം തന്നെ ഇറാനെ സംബന്ധിച്ച് അത് അവർക്ക് ഏറ്റവും അനുകൂല ഘടകമാണ്. കാര്യം അവർക്ക് സൈനികമായി ഇടപെടാൻ ഇത്ര ചുരുങ്ങിയ വീതി ഉള്ളത് കൊണ്ട് ഇത്തരത്തിൽ പറ്റും. ഇനി ഈ പറയുന്ന GPS സംവിധാനം തകരാറിലായതോടുകൂടി അവിടുത്തെ ഈ ഓയിൽ ഗതാഗതം എല്ലാം ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആ ഹോർമൂസ് കടലിടുക്കിലൂടെ വരുന്ന ഓയിൽ എത്തുന്നതിന് പ്രധാന പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. ഇന്ത്യക്ക് ഏകദേശം 90 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങൾ വഴി ഇന്ത്യ
എണ്ണ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന് കൂടുതലായി ഇറാനെ ആശ്രയിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കുകയാണ്. അത് ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് ഇപ്പോൾ ഈ സൗദിയും UAE ഒക്കെ ഇവർക്ക് ഈ ഹോർമൂസ് കടലിടുക്കിന് ബദലായിട്ട് പൈപ്പ് ലൈൻ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഈ എണ്ണ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഏറിയ പങ്കും പോകുന്നതും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചും അവരുടെ പ്രധാന വരുമാന സ്രോതസ്സ് ഈ എണ്ണ കയറ്റുമതി തന്നെയാണ്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു പരിധിക്കപ്പുറം അടച്ചു വെക്കുന്നത് അവരെയും ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് അധിക നാൾ ഈ രീതിയിൽ തുടരാൻ പറ്റില്ല. താൽക്കാലികമായ ഒരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു നടപടിയെ കരുതാൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുറുപ്പ് ചീട്ടാണ്. പക്ഷേ ഇറാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ, അല്ലെങ്കിൽ ഇത് തടയുന്ന അടക്കമുള്ള ബ്ലോക്കാക്കുന്ന അടക്കമുള്ള നീക്കം നടത്തി ഇപ്പോൾ തന്നെ ഇറാന് ആകെ പൊളിഞ്ഞു നിൽക്കില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്തോ മറ്റാണെന്ന് തോന്നുന്നു. അന്നും ഇതേപോലെ ഇറാൻ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന സൈനികമായി തന്നെ ഇടപെടുന്ന ഒരു പ്രശ്നമുണ്ടായി. ഒരു വലിയ ഭീഷണിയൊക്കെ മുഴക്കി. ആ സമയത്ത് അവിടെ പോയ ചരക്ക് കപ്പലുകൾക്കൊക്കെ അമേരിക്കൻ യുദ്ധക്കപ്പൽ അകമ്പടി പോയൊരു ചരിത്രമുണ്ട്. അതായത് നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് UN-ൻ്റെ പരിധിയിൽ വരുന്ന ഒരു കടലിടുക്കാണ്. അവിടെ ഏതെങ്കിലും ഒരു അതായത് അതിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം ഓരോ രാജ്യങ്ങൾ അവരുടെ തീരാതിർത്തി നിർണയിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ അതിലൂടെ കടന്നു പോകുന്നതിനെ നിയന്ത്രിക്കാൻ ഒരു രാജ്യത്തിനും നിലവിൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അവകാശമില്ല. അവിടെ ഇറാൻ സൈനികമായിട്ടൊരു ഇടപെടൽ നടത്തിയാൽ, ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ അവിടെ പോയി ബോംബിട്ടല്ലോ, അതേപോലെ ഒരുപക്ഷെ അമേരിക്ക തന്നെ ഇതിൽ ഇടപെട്ടെന്നിരിക്കും. കാരണം ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഇറാൻ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, സൗദിയോ ഇറാഖോ എവിടെ നിന്നാണേലും അവിടെ നിന്നൊക്കെ എണ്ണ കൊണ്ടുപോകുന്ന ഏറിയ പങ്കും എണ്ണ കൊണ്ടുപോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ്. അപ്പോൾ അവരെയും വല്ലാണ്ട് പ്രതികൂലമായി ബാധിക്കുന്നൊരു വിഷയമാണ്. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില വലിയ കുതിച്ചുകയറ്റമുണ്ട്. ഏതാണ്ട് 2.7% എണ്ണ വില കുതിച്ചു കയറി. പക്ഷേ അത് നമ്മൾ 2.7 എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതാണെന്ന് കരുതിയാലും നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തണം. ഏതാണ്ട് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ഈ എണ്ണയുടെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2.7 എന്ന് പറയാൻ ഭീമമായൊരു തുകയാണ്. അത്രയും വർധനവുണ്ട്. പക്ഷേ ഈ യുദ്ധം അത് വെടിനിർത്തലിന് ശേഷം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ആ വില വർധനവിൽ. എന്നിരുന്നാലും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇങ്ങനെയും തുടർന്നാൽ അത് ഈ എണ്ണ വിപണിയെ വല്ലാണ്ട് ബാധിക്കും. നിലവിലെ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് ഒരു പ്രതിബന്ധമാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇപ്പോൾ യുദ്ധം അവസാനിച്ചു, ട്രംപ് സഹിതം അത് പറയുന്നുണ്ട്. എന്നിരുന്നാലും ചില മേഖലകളിൽ അവിടെ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചതായിട്ടാണ് കാണുന്നത്. അതെ, അത് എന്താണ്, അത് പൂർണ്ണമായി നിർത്താനുള്ള ഒരു തടസ്സം എന്താണ്? അതായത് ട്രംപ് പറഞ്ഞു ആത്യന്തികമായിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യരുത്, വിമാനങ്ങളെ അടക്കം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയ രീതിയിൽ, അതായത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആയുധ സംഘങ്ങൾ, അതായത് തീവ്രവാദ സംഘങ്ങൾ അവരെ പരിപോഷിപ്പിച്ച് വളർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടായാൽ തന്നെയും ഇവരെയൊക്കെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് നിയന്ത്രിച്ച് നിർത്താൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഹൂത്തികളായിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, അവരുടെ സ്വന്തം നിലയിൽ ആക്രമണം നടത്തുന്നുണ്ടാവാം. അവരെ ഒരു പരിധിവരെ അവർക്ക് ഇറാന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും വാസ്തവം. അതിൻ്റെ ഫലമായിട്ടായിരിക്കും അവിടെ ഇവിടെയായിട്ടൊക്കെ ചില ഒച്ചയും ബഹളമൊക്കെ ഇപ്പോഴും കേൾക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.